പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം എന്ത് പകലിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ സഭായോഗത്തിലെ സന്ദേശം ചിന്തിക്കുവാനിടയായിത്തീർന്നത്. ഞാൻ പറഞ്ഞല്ലോ, 7 സഭകൾക്കുള്ള 7 ദൂതുകളിൽ പറയപ്പെട്ടിരിക്കുന്ന ഓരോ വാക്കുകൾ മാത്രം എടുത്താണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ശുശ്രൂഷിച്ചത്. ആദ്യ സ്നേഹവും വിശ്വസ്തതയും എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ചിന്ത. എന്ന് പറഞ്ഞാൽ സ്നേഹവും വിശ്വസ്തതയുമാണ് ഒരു ബന്ധം നിലനിർത്തി പോകുവാൻ ഏറ്റവും ആവശ്യമായിരിക്കുന്നൊരു കാര്യം. സമ്പത്തോ പണമോ ആരോഗ്യമോ ഒന്നുമല്ല, അതൊക്കെ അതിൻ്റെ ഘടകങ്ങളാണ്. എങ്കിൽ പോലും സ്നേഹവും വിശ്വസ്തതയുമാണ് ഒരു ബന്ധം നിലനിന്ന് പോകുവാൻ ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്ന കാര്യം. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ കർത്താവിനോടുള്ള വിശ്വസ്തതയും സ്നേഹവും നമ്മൾ നിലനിർത്തുമ്പോഴാണ് കർത്താവുമായിട്ടൊരു ബന്ധം നമുക്ക് പുലർത്തി പോകാൻ കഴിയുകയുള്ളൂ. കർത്താവുമായി മാത്രമല്ല, സ്നേഹവും വിശ്വസ്തതയും ഉണ്ടെങ്കിൽ ഏതൊരു ബന്ധവും വളരെ ഊഷ്മളമായി മുന്നോട്ട് പോകുവാനിടയായിത്തീരും. ഭാര്യ ഭർത്താക്കന്മാരായിക്കോട്ടെ, സഹോദരി സഹോദരന്മാരായിക്കോട്ടെ, സഭാ കുടുംബാംഗങ്ങൾ തമ്മിലായിക്കോട്ടെ, നമ്മുടെ അയൽപ്പക്കക്കാരായിക്കോട്ടെ, ആര് തന്നെ ആയിക്കോട്ടെ, ദൈവം സൃഷ്ടിച്ച സകല മനുഷ്യരുമായി സ്നേഹവും വിശ്വസ്തതയും ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ ആ ബന്ധം നിലനിന്ന് പോകുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ വായിച്ചത് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ വീണ്ടും 2 പദങ്ങൾ ശ്രദ്ധയിൽപ്പെടുവാനിടയായിത്തീർന്നു. ഒന്ന്, ഉപദേശം എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചും, അടുത്തത് ദുർനടപ്പ് അല്ലെങ്കിൽ വിഗ്രഹാരാധന, അത് ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ട്രിൻസ്, ഉപദേശം എന്നുള്ളൊരു വിഷയവും അഡൾട്ടറി എന്നുള്ള ഒരു തെറ്റും ദൈവസന്നിധിയിൽ ഉള്ള 2 കാര്യങ്ങൾ ചിന്തിക്കുവാനിടയായിത്തീർന്നു. പ്രാരംഭമായി നമുക്ക് ഉപദേശം എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 14-15 വാക്യം നമുക്കൊന്ന് വായിക്കാം. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അവണ്ണം നിക്കോലാവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കും ഉണ്ട്. മാനസാന്തരപ്പെടുക. ഇവിടെ 2 വിധ ഉപദേശങ്ങളെ കുറിച്ച് സഭകൾക്കുള്ള ദൂതുകളിൽ പറയുകയാണ്. നമുക്കും ഇന്ന് ആനുകാലികമായി ആയിരിക്കുന്ന ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയോടുള്ള ബന്ധത്തിലും അങ്ങനെയുള്ള ഉപദേശങ്ങളുടെ പ്രവണത ഇന്ന് ധാരാളമായി സഭകളിൽ കണ്ടുവരുമ്പോൾ അതിനെക്കുറിച്ചൊരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ അതിൽ നിന്നും അകന്നു നിൽക്കുവാൻ ഒരു ബുദ്ധിയുപദേശം നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുവാൻ ഇടയായിത്തീരും. ഇവിടെ പറയുന്ന 2 ഉപദേശമാണ്, ബിലയാമിന്റെ ഉപദേശവും അപ്പോൾ തന്നെ നിക്കോലാവ്യരുടെ ഉപദേശവും എന്നിവിടെ പറയുകയാണ്. നിക്കോലാവ്യരുടെ ഉപദേശം. അപ്പോൾ തന്നെ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുകയാണ്, എങ്കിൽ നിക്കോലാവ്യരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്, അത് ഞാനും പകയ്ക്കുന്നു. അപ്പോൾ നിക്കോലാവ്യരുടെ നടപ്പ് ഒരു കാലഘട്ടത്തിൽ സഭ മനസ്സിലാക്കിയതിനെ വെറുത്തിരുന്ന ഒരു ഉപദേശമാണ്. നിക്കോലാവ്യരുടെ നടപ്പ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവരുടെ ഉപദേശം എന്ന് പറയുന്ന ഒരു ഉപദേശത്തെ സഭ വെറുത്തിരുന്നതാണ്. ദൈവം പറയുകയാണ്, ഞാനും അതിനെ വെറുക്കുന്നു, അങ്ങനെ ഒരു ഗുണം നിങ്ങളെക്കുറിച്ച് കാണാനുണ്ട് എന്ന് സഭകളോട് പറയുമ്പോൾ, പിന്നീട് അടുത്ത ഒരു പെർഗമോസിലെ സഭയോട് ഇവിടെ പറയുകയാണ് നിക്കോലാവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുണ്ട്. അപ്പോൾ നേരത്തെ എന്താ സംഭവിച്ചത്? ഈ ഉപദേശത്തെ വെറുത്തിരുന്നവരാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ സഭയ്ക്കുള്ളിലേക്ക് ഈ ഉപദേശം ചിലർ സ്വീകരിക്കുവാനിടയായിത്തീർന്നു. കണ്ടോ, ഒരു കാലഘട്ടത്തിൽ വെറുത്തിരുന്ന ഉപദേശം കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി അത് സ്വീകരിക്കുവാനിടയായിത്തീർന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഉപദേശത്തിൽ നിന്നും ഒഴിഞ്ഞിരിക്കുവാനും വിശ്വസ്തരായിരിക്കുവാനും അല്ലെങ്കിൽ ദൈവസ്നേഹത്തിൽ നിലനിൽക്കുവാനും മാനസാന്തരപ്പെടുവാനും അങ്ങനെയൊക്കെ വിജയിക്കുകയാണെങ്കിൽ ചില കാര്യങ്ങൾ ദൈവം തരുമെന്ന് വാഗ്ദത്തം അവിടെ ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് ബിലയാമിന്റെ ഉപദേശം എന്ന് ഒറ്റവാക്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഉപദേഷ്ടാവിനും ആ ഉപദേഷ്ടാവിനെ വിളിച്ചു വരുത്തിയവർക്കും ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരു തരം ഉപദേശത്തെയാണ് ബിലയാമിന്റെ ഉപദേശം എന്ന് പറയുന്നത്. നമുക്കറിയാം, ബിലയാം എന്തിനു വേണ്ടിയിട്ടാണ് പോയത്? അവന് ഓഫർ ചെയ്തിരുന്ന ആ പ്രതിഫലത്തെ ഓർത്തിട്ടാണ് അവൻ പോയത് ശുശ്രൂഷിക്കാൻ. അപ്പോൾ തന്നെ അവനെ വിളിച്ചു വരുത്തിയത് എന്തിനാണ്? തനിക്ക് വിരോധമായി നിൽക്കുന്ന ഒരു കൂട്ടം ജനത്തെ നാമവിശേഷമാക്കുക. അപ്പോൾ ഈ ഉപദേശം ഇന്ന് സഭകളിൽ എന്ന് പറഞ്ഞാൽ, സഭ എന്ന് പറയുന്ന ക്രിസ്ത്യാനിറ്റിയിൽ ധാരാളമുണ്ട്. ഞാൻ മുൻപായിരുന്ന പെന്തക്കോസ്ത് വിഭാഗത്തിൽ അല്ലെ, ഇങ്ങനെയുള്ള പ്രത്യേക ശുശ്രൂഷ ചെയ്യുന്നവർ തന്നെ ഉണ്ട്. ഈ ബിലയാമിന്റെ ഉപദേശവുമായി വീടുകളിൽ കയറി നടക്കുന്ന അനേകരുണ്ട്.
എന്നിട്ട് പറഞ്ഞു കൊടുക്കും, നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന കട്ടളയാണ് കുഴപ്പം, നിങ്ങളുടെ വീട്ടിന്റെ അപ്പുറത്ത് താമസിക്കുന്നവരുടെ തൊഴുത്താണ് നിങ്ങൾക്ക് കുഴപ്പം. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആ പാവപ്പെട്ടവനെയും വെറുക്കാൻ ഒരു പ്രേരണ കൊടുക്കുന്ന ഉപദേശങ്ങളെ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, സാമ്പത്തികമായ നന്മകൾ മാത്രം. ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി തടസ്സമായി നിൽക്കുന്നത് എന്തിനേയും ഒഴിവാക്കുന്ന ഒരു തരം ഉപദേശം. അത് ദൈവത്തിന്റെ ഉപദേശമല്ല. കാരണം ദൈവിക ഉപദേശത്തെ തിരസ്കരിച്ചിട്ട് എനിക്കും ഉപദേശകനും വേണ്ടി ഉപദേശിക്കുന്ന, ഭൗതിക നന്മയ്ക്ക് വേണ്ടി ഉപദേശിക്കുന്ന ഒരു ഉപദേശം. എന്നാൽ ഈ ഉപദേശം കേട്ട് അങ്ങ് ഇസ്രായേലിൽ 24,000 പേരും മരണപ്പെടുവാനിടയായി എന്നുള്ളത് വചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സംഖ്യാപുസ്തകം 25:9 അത് പറഞ്ഞിരിക്കുന്നത്. ആ ബാധയാൽ അല്ലെങ്കിൽ ദൈവത്തോട് കാണിച്ച ആ അവിശ്വസ്തതയാൽ ബിലയാമിന്റെ ഉപദേശം കേട്ട് ജനം വഴിവിട്ട് തെറ്റിയപ്പോൾ അവിടെ 24,000 പേർ മരിക്കുവാനിടയായി തീർന്നു എന്ന് വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു ഉപദേശം ദൈവസഭയിൽ കടന്നുകൂടിയാൽ അനേകം ആത്മാക്കൾ നഷ്ടപ്പെടുവാനിടയായി തീരും, അല്ലെ? അപ്പോൾ ആ ഉപദേശത്തെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇനി നിക്കലാവ്യരുടെ നടപ്പും ഉപദേശവും അത് കൈക്കൊള്ളുന്നവർ നിനക്കുണ്ട് എന്ന് പറയുകയാണ്. എന്താണ് ഈ നിക്കലാവ്യരുടെ നടപ്പ്? അതൊരു ഗ്രീക്ക് പദമാണ്. ഞാനിത് ബൈബിളിൽ നിന്നല്ല പറയുന്നത്, പുറത്തുള്ള അറിവിൽ നിന്നും എടുത്ത് പറയുകയാണ്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് അതൊന്ന് പരിശോധിക്കേണ്ട ആവശ്യമുണ്ടെങ്കിലും എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻസ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അതായത് അതൊരു ഗ്രീക്ക് പദമാണ്. നീക്കോ ലാവോസ് എന്ന് പറയുന്ന 2 പദം. നീക്കോ എന്ന് പറഞ്ഞാൽ ജനം, ലാവോസ് എന്ന് പറഞ്ഞ ജയം എന്ന് പറഞ്ഞാൽ ജനത്തിന്റെ ജയം. മനുഷ്യന്റെ ബുദ്ധി കൊണ്ടും പ്രാപ്തി കൊണ്ടും കഴിവ് കൊണ്ടും അധികാരം കൊണ്ടും ജയിച്ചടക്കി മുന്നേറുന്ന ഒരു തരം സഭാവ്യവസ്ഥ. കാര്യം മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ പൗരോഹിത്യ മേധാവിത്വത്തിൽ നിന്നുകൊണ്ട്, മനസ്സിലായോ? എല്ലാവരും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. നാം എല്ലാവരും ഏകാത്മാവിനാൽ സ്നാനപ്പെട്ട് ക്രിസ്തുവിന്റെ ശരീരത്തോട് ചേർന്നിരിക്കുകയാണ്. അവിടെ ദൈവം ചിലരെ ശുശ്രൂഷകന്മാരായും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുവാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും നാം എല്ലാവരും സമരാണ് കർത്താവിന്റെ മുൻപിൽ, അല്ലേ? എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് ചില കൂട്ടം ജനം, ഞങ്ങളാണ് ബൈബിൾ വ്യാഖ്യാനിക്കാൻ അധികാരമുള്ളവർ, ഞങ്ങളാണ് സഭയെ നിയന്ത്രിക്കേണ്ടവർ. നമ്മൾ പറയാറില്ലേ അയ്മേനി തിരുമേനി വ്യവസ്ഥ, അല്ലെ? അങ്ങനെയുള്ളൊരു വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ജനമാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ദൈവത്തിന് അതിൽ യാതൊരുവിധ സ്ഥാനവുമില്ല. എന്ന് പറഞ്ഞാൽ കർത്തൃത്വം നടത്തുന്നത് ദൈവമല്ല, മനുഷ്യനാണ്, അല്ലെ? നമുക്കറിയാം, റോമിലെ മാർപ്പാപ്പ ഒരു കാര്യം പറഞ്ഞാൽ അതാണ് കത്തോലിക്കർക്ക് വേദവാക്യം. പെന്തക്കോസ്ത് സഭകളുടെ ഉന്നതത്തിലിരിക്കുന്നവർ അവരെന്തെങ്കിലും തീരുമാനമെടുത്താൽ അതാണ് അവരുടെ വേദവാക്യം. അതിനുവേണ്ടി ഏതെങ്കിലും വചനത്തിന്റെ ശകലങ്ങൾ എടുത്ത് ആ ഉപദേശം അങ്ങോട്ട് സ്ഥാപിച്ചെടുക്കും, അല്ലേ? നമുക്കറിയാം, വേർപെട്ട സഭാവിഭാഗങ്ങളിൽ ആദ്യമൊക്കെ ആഭരണം വർജിക്കണം എന്നുള്ളത് വളരെ കർശനമായ ഉപദേശമായിരുന്നു. ആ ഉപദേശത്തിൽ ഒന്ന് കർശനപ്പെടുത്തിയപ്പോൾ പലരും സഭ വിട്ടു പോകാൻ തുടങ്ങിയപ്പോൾ ആഭരണം ഇട്ടോ കുഴപ്പമില്ല, ബാഹ്യമായതൊന്നുമല്ലല്ലോ കർത്താവ് നോക്കുന്നത് എന്ന് പറഞ്ഞ് ഉപദേശത്തെ മയപ്പെടുത്തി അവർ സംസാരിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെയുള്ളൊരു വിഷയമോ അങ്ങനെയുള്ള ഒരു ഉപദേശമോ വിഷയമല്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ പ്രത്യേകമായൊരു ഉപദേശം നമ്മൾ കൊടുക്കാറില്ല. മാന്യമായും സ്ത്രീകൾ ഉചിതമായും പുരുഷന്മാർ ഉചിതമായും വസ്ത്രങ്ങളും എല്ലാം ധരിച്ച് നടക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ഉപദേശ സംഹിതകളെ കോർത്തിണക്കുന്ന അല്ലെങ്കിൽ ഒരുതരം ദുഷ്ടതയ്ക്കും ഭൗതിക നന്മയ്ക്കും വേണ്ടി ഉപദേശിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യൻ കർത്തൃത്വം നടത്തുന്ന ഒരു സംവിധാനത്തെയാണ് ഈ നിക്കലോവരുടെ നടപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ ഭൗതിക നന്മകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഉപദേശത്തെയും അല്ലെങ്കിൽ മനുഷ്യൻ കർത്തൃത്വം നടത്തുന്ന ഉപദേശത്തെയും കർത്താവ് വെറുക്കുകയാണ്. അതിനെ കർത്താവ് കുറ്റപ്പെടുത്തുകയാണ്. നിനക്കൊരു കുറവുണ്ട്, അല്ലെങ്കിൽ നിനക്ക് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ക്രമീകരിച്ച് മനസാന്തരപ്പെട്ട് വരണം. അപ്പോൾ കൃത്യമായിട്ടുള്ള ഉപദേശം നമുക്ക് ലഭിച്ചിരിക്കെ നിത്യതയുമായിട്ടുള്ള ബന്ധത്തിൽ കാഴ്ചപ്പാടോടുകൂടെ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. മറിച്ച് താൽക്കാലികമായി വരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങളെ കൂട്ടുപിടിച്ച് ദൈവസഭയിൽ അതിനെ നുഴയിച്ച് കയറ്റുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. താഴേക്ക് വരുമ്പോൾ അതിന്റെ 20-ാം വാക്യത്തിൽ ജെസബേലിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. 20-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാർ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ജെസബേലിന്റെ ഉപദേശം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീയെ സഭയിൽ അനുവദിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ ചെയ്ത കാര്യങ്ങൾ ദൈവസഭയിൽ
ദൈവസഭ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഇസബേൽ എന്നുള്ളത് നമുക്ക് പഴയ നിയമം പഠിച്ചു കഴിഞ്ഞാൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 1 രാജാക്കന്മാർ 21-ാം അധ്യായം അതിന്റെ 25ഉം 26ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ തന്നെ ഈ ഇസബേല് അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി അവൾ ചെയ്ത കാര്യങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ സ്ത്രീയെ ദൈവസഭയിൽ അനുവദിക്കുന്നു എന്ന് പറയുമ്പോൾ അവൾ എന്തിനു വേണ്ടിയാണ്, എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് കാര്യമുണ്ട്. നമുക്ക് വായിക്കാം. എന്നാൽ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തന്നെ തന്നെ വിറ്റുകളഞ്ഞ ആഹാബിനെ പോലെ ആരും ഉണ്ടായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് അനിഷ്ടമായത് ചെയ്യുവാൻ തന്നെ തന്നെ വിറ്റുകളഞ്ഞ ആഹാബിനെ പോലെ ഒരു മനുഷ്യൻ ഉണ്ടായിട്ടില്ല എന്ന് ദൈവവചനത്തിൽ പറയുകയാണ്. വായിക്കാം. അവന്റെ ഭാര്യ ഇസബേൽ അവനെ അതിനായി ഉത്സാഹിപ്പിച്ചു. അവന്റെ ഭാര്യ ഇസബേൽ അതിനു വേണ്ടി അവനെ ഉത്സാഹിപ്പിച്ചു. യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ അമ്മോര്യർ ചെയ്തതുപോലെയൊക്കെയും അവൻ വിഗ്രഹങ്ങളെ ചെന്ന് സേവിച്ച് മഹാമ്ലേച്ഛത പ്രവർത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം നീക്കിക്കളഞ്ഞ ചില മ്ലേച്ഛതകളുണ്ട്. കനാദേശത്തെ ജാതികൾ ചെയ്തിരുന്ന മ്ലേച്ഛതകൾ നീക്കിക്കളഞ്ഞ് ആ ജാതികളെ നീക്കിക്കളഞ്ഞ് ഇസ്രായേലിനെ അവിടെ ആക്കിയപ്പോൾ ദൈവം പറഞ്ഞു, അവർ ചെയ്ത മ്ലേച്ഛത നിമിത്തമാണ് ഈ ദേശം അവരെ വൊമിറ്റ് ചെയ്ത് കളഞ്ഞത്, ഛർദിച്ച് കളഞ്ഞത്. ആ പാപം നിങ്ങൾ ചെയ്താൽ നിങ്ങളെയും ദൈവം ചെയ്യും, ഈ ദേശത്ത് നിന്ന് വൊമിറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഛർദിച്ചു കളയും എന്ന് ദൈവം പറഞ്ഞിരുന്നു. ആ കാര്യങ്ങൾ ഈ ഭാര്യയുടെ ഉപദേശം കേട്ട് അവൻ മടക്കിക്കൊണ്ടുവന്നു. ഇതാണ് ഇസബേലിനെ അനുവദിച്ചാലുള്ള കുഴപ്പം. ഇസബേലിന്റെ ഉപദേശമല്ല ഇവിടെ പറയുന്നു, ഇസബേൽ എന്ന സ്ത്രീയെ സഭയിൽ അനുവദിക്കുന്നു. അപ്പോൾ നമുക്ക് ചില വാക്കുകളിൽ മാത്രം ഒന്ന് പരാമർശിക്കാം. ഈ ഇസബേല് എന്തൊക്കെയാണ് ദൈവജനത്തിന്റെ ഇടയിൽ സ്വാധീനം ചെലുത്തി നേടിയെടുത്തത്? നമുക്കൊന്ന് വാക്കുകളിൽ മാത്രം ഒന്ന് പറഞ്ഞു പോകാം. ഇസബേലിനെ കുറിച്ച് പറയുകയാണ്, ജനം ദുർനടപ്പ് ചെയ്യുവാനിടയായിത്തീർന്നു, പാപം ചെയ്യുവാനിടയായിത്തീർന്നു, വിഗ്രഹാരാധികളാകുവാനിടയായിത്തീർന്നു, ധനമോഹികളും ലോകത്തിനോടുള്ള സ്നേഹവും ഉണ്ടാകുവാനിടയായിത്തീർന്നു എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇവള് മതത്തെ കൂട്ടുപിടിച്ചു, രാഷ്ട്രീയത്തെ കൂട്ടുപിടിച്ചു, കള്ളസാക്ഷികളെ കൂട്ടുപിടിച്ചു. തന്നെയുമല്ല, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കൊട്ടേഷൻ, ഒരുവനെ നശിപ്പിക്കുവാൻ വേണ്ടി മറ്റൊരുത്തിനെ കരുവാക്കുന്നതിനെയാണ് നമ്മൾ ഇന്ന് കൊട്ടേഷൻ എന്ന് പറയുന്നത്. ആ കൊട്ടേഷൻ ഇവിടെ ദൈവസഭയിൽ അനുവദിക്കുകയാണ്. തന്നെയുമല്ല, കൊലപാതകം, അനധികൃത സ്വത്ത് സമ്പാദനം ഈ സ്ത്രീയെ അനുവദിച്ചാലുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. തന്നെയുമല്ല, അവിടെ ഒരു ഉപവാസ പ്രാർത്ഥനയും ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയുടെ പേരിൽ, ക്രിസ്തുവിന്റെ പേരിൽ ക്രിസ്ത്യാനിയായി ജീവിച്ചുകൊണ്ട് ഈ വക കാര്യങ്ങൾ, മതത്തെ കൂട്ടുപിടിക്കും, രാഷ്ട്രീയത്തെ കൂട്ടുപിടിക്കും, കള്ളസാക്ഷികളെ ആവശ്യം ഉള്ളപ്പോൾ വിളിക്കും, കൊട്ടേഷൻ കൊടുക്കുവാനും മടിയില്ല. തന്നെയുമല്ല, കൊലപാതകം ചെയ്യുവാനോ അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുവാനോ ഒന്നിനും ഒരു കുറവില്ലാത്ത വിശ്വാസ സമൂഹത്തിലുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇസബേൽ എന്ന സ്ത്രീയെ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ സഭയിൽ അനുവദിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. തന്നെയുമല്ല, ഇവള് പറയുന്നുണ്ട് ആഹാബിനോട്, രാജാവേ, അങ്ങാണോ ഇസ്രായേൽ രാജാവ്, അങ്ങ് സുഖമായിട്ടിരിക്കി, ഈ കാര്യത്തിന് ഞാൻ പരിഹാരം ചെയ്തു കൊള്ളാം, എനിക്ക് അങ്ങ് ഉന്നതത്തിൽ പിടിയുണ്ട് എന്നുള്ള തലത്തിൽ ചിലരൊക്കെ പറയാറില്ലേ? എന്നുള്ള അർത്ഥത്തിൽ തന്റെ ഭർത്താവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇവൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവജനത്തിന് അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനത്തിനിടയിൽ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ഈ സ്ത്രീ വന്ന് ചെയ്തപ്പോൾ അവളെ അനുവദിച്ചത് കൊണ്ടാണ്, ആഹാബ് ഈ സ്ത്രീയെ അനുവദിച്ചത് കൊണ്ടാണ് ഇസ്രായേൽ ഇത്രയും വഷളത്വത്തിലായി പോയത്. തന്നെയുമല്ല, അവളുടെ വാക്ക് കേട്ട് ഇതേപോലെ അധപ്പതിച്ചു പോയ ഒരു രാജാവ് ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ തക്കണം വചനത്തിൽ എഴുതി വെച്ചിരിക്കുക. ഇതിന്റെ അവസാനം എന്തായിരുന്നു എന്ന് നമുക്കറിയാം. ഇസബേലിനെ അവളുടെ രക്തം നായ്ക്കൾ നക്കി കുടിക്കുവാനിടയായിത്തീർന്നു. ആഹാബ്, അവൻ സ്വർഗത്തിലെ ദൈവം സിംഹാസനത്തിലിരുന്ന് ഒരു ആലോചനയുടെ ഫലമായി അവൻ കൊല്ലപ്പെടുവാനിടയായിത്തീർന്നു. ഇങ്ങനെയുള്ള ഉപദേശമായി പിടിച്ചു വന്നവരൊക്കെയും ഒന്നെങ്കിൽ വാളുകൊണ്ട് തീർന്നു, അല്ലെങ്കിൽ അപകടത്തിൽ മരിച്ചു, അല്ലെങ്കിൽ ഏത് വിധേനയും ദൈവം അവരെ തകർത്ത് കളഞ്ഞു എന്നുള്ളത് നമുക്കൊരു ബുദ്ധി ഉപദേശമാണ്. ഈ ഇസബേലിനെയും നായ്ക്കൾ നക്കി തിന്നുവാനിടയായിത്തീർന്നു, അവരുടെ രക്തം പോലും, അല്ലേ, എല്ലാം നായ്ക്കൾ തിന്ന് രക്തം നക്കി കുടിക്കുവാനിടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവളെ അനുവദിച്ചാൽ, ഈ ഉപദേശത്തെ അനുവദിച്ചാൽ ദൈവസഭയും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോകുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സഭകളിലും, നമ്മുടെ സഭ എന്ന് പറയുമ്പോൾ ചുറ്റുപാടും കർത്താവിന്റെ നാമത്തിലുള്ള സഭകളിൽ നടക്കുന്ന പ്രവണതകൾ എവിടെയുണ്ടോ? മതത്തെ കൂട്ടുപിടിക്കുന്നുണ്ടോ? രാഷ്ട്രീയത്തെ കൂട്ടുപിടിക്കുന്നുണ്ടോ? എൻ്റെ കണ്ണാൽ കണ്ടിട്ടുണ്ട്. ദൈവസഭയ്ക്ക്
മതവും രാഷ്ട്രീയവുമായി എന്താണ് ബന്ധമുള്ളത്? ദൈവത്തിന്റെ ആലയത്തിന് മറ്റുള്ള കാര്യങ്ങളുമായി എന്താണ് ബന്ധമുള്ളത്? ഇവരുടെയൊക്കെ സഹായം കിട്ടിയിട്ട് വേണം നമുക്ക് ദൈവസഭയുമായി മുന്നോട്ട് പോകുവാൻ. അതുകൊണ്ട് മാനുഷികമായ ഒരു പിൻബലത്തിന്റെ പേരിൽ സഭ നടത്തിക്കൊണ്ട് പോകുവാൻ ഏതായാലും ഗ്രേസ് ചർച്ച് പറവൂരിന് മനസ്സില്ല. കാരണം നമ്മുടെ സഭ നടത്തുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്തൃത്വം നടത്തുന്നത് നമ്മുടെ കർത്താവാണ്. അല്ലേ? എല്ലാ നാവും പാടും, എല്ലാ ഹൃദയവും വണങ്ങും, എല്ലാ തലകളും വണങ്ങും, എല്ലാ നാവും പാടും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാടിയല്ലേ? എല്ലാ നാമത്തിലും ഉപരിയായ നാമം യേശു ക്രിസ്തുവിന്റെ നാമം എന്ന് നമ്മൾ പാടിയവരാ. പക്ഷെ ആരാധന കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ നാളെ വരുന്നൊരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ ആരെയാണ് ആശ്രയിക്കാൻ പോകുന്നത്? ന്യായമായ ആവശ്യങ്ങൾ ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ, നമ്മളൊരു ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അധികാരപ്പെടുത്തിയിരിക്കുന്ന അധികാരികളെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ ഒരു സ്വാധീനം ചെലുത്തി എന്തെങ്കിലും നേടിയെടുക്കാൻ നോക്കേണ്ട ആവശ്യം നമുക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു കാര്യം പറയാം. ഞാൻ എൻ്റെ 5 PSC ടെസ്റ്റ് എഴുതി റാങ്ക് ലിസ്റ്റിൽ പേരുള്ള ഒരാളാണ്. അപ്പോൾ നിയമനങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ പലരും ഇങ്ങനെ ഇത് ചോദിച്ചറിയുമ്പോൾ ഇങ്ങനെ പറയും, എനിക്ക് ഇന്ന ആളെ പരിചയമുണ്ട്, ഇന്ന ആള് ഹോൾഡുള്ള ആളുണ്ട്, അവരോട് പറയാം, ഇവരോട് പറയാം, റെക്കമെൻഡേഷൻ ചെയ്യാം. ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവിനോളം വരികയില്ലല്ലോ നിങ്ങൾ ഈ പറയുന്ന റെക്കമെൻഡേഷൻ ഒന്നും. ഞാൻ പറയാനുള്ളവരോട് പറഞ്ഞിട്ടുണ്ട്, അഞ്ജുന് അർഹതയുണ്ടെങ്കിൽ ആ ജോലി കിട്ടും, ഇല്ലെങ്കിൽ വേണ്ട. പക്ഷേ ആ PSC റാങ്ക് ലിസ്റ്റിൽ വന്ന കാലം തുടങ്ങി താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും ആഴ്ചയിൽ 3 ദിവസം വെച്ച് ജോലി മുടങ്ങാതെ പോകുവാൻ ദൈവം അനുവദിക്കുന്നുണ്ട്. എവിടെ ചെന്നാലും അത് ഇന്റർവ്യൂ പാസ്സാകുവാൻ ദൈവം അനുവദിക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് പോയപ്പോൾ ഞാൻ അനുഭവം പറയുകയാണ്. ഒരു സ്ഥലത്ത് പോയപ്പോൾ 5 മാത്രമേ ഉള്ളൂ ആ ഇന്റർവ്യൂവിന്, വേറെ ആരും വന്നിട്ടില്ല. കാരണം ദൈവം അഞ്ജുവിന് ആ ജോലി കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലെ, കൂടെ വരാൻ ആഗ്രഹിച്ചവർക്ക് മറ്റെവിടെയെങ്കിലും നല്ല ജോലി കൊടുത്തിരിക്കാം. എന്നാൽ ആ ജോലി അഞ്ജുവിന് കിട്ടുന്നതിനായി തീർന്നു. അപ്പോൾ ഇത് ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവത്തിനറിയാം എങ്ങനെ കൈകാര്യം ചെയ്യണം. അത് ദൈവം ചെയ്തോളും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇസബേലിയ ഉപദേശങ്ങളെ ദൈവസഭയിൽ തിരികെ കയറ്റേണ്ട ആവശ്യം നമുക്കില്ല, അല്ലേ? നമുക്ക് ആരെയും കൂട്ടി വിളിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പ്രത്യേകമായി ഈ ഇസബേല പറയുകയാണ്, ഒരു ഉപവാസം പ്രസിദ്ധമാക്കുക. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ അവിടെ ഇവൾ ചട്ടം കെട്ടിയിരിക്കുന്ന പ്രവാചകന്മാരുണ്ട്, അല്ലെങ്കിൽ കള്ളസാക്ഷികളുണ്ട്. എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ശന്തരാധര എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് നോക്കി വിരൽ ചൂണ്ടി ഒരു ദൂതും പറഞ്ഞു കൊടുക്കാൻ ഈസബേല് കാശും കൊടുത്ത് അവിടെ ആക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് അങ്ങനെയുള്ള വഞ്ചനയിലും, അല്ലെ, എത്രയോ കുടുംബങ്ങൾ ഇങ്ങനെയുള്ള ആലോചനയുടെ പുറമെ അയൽപക്കങ്ങളായി ബന്ധുമിത്രാദികളായി മിണ്ടാതിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? പ്രൈസ് ദി ലോർഡ്. ആ വീട്ടുകാരെ നിങ്ങൾക്ക് വേണ്ടി എന്തോ ഇവിടെ കുഴിച്ചിട്ടുണ്ട്, കോഴിത്തല, ആട്ടുതല, ആനത്തല ഒക്കെ കുഴിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ കുടുംബങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ കർത്താവ് അറിയാതെ എന്ത് ദ്രോഹമാണ് നമുക്ക് കടന്നു വരാൻ ഇരിക്കുന്നത്. യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ബിലെയാം തന്നെ പറഞ്ഞു അവസാനം, അല്ലേ, ഈ ജനത്തെ ശപിക്കാനാണ് വന്നതെങ്കിൽ ഇവരെ ദൈവം അനുഗ്രഹിച്ചിരിക്കുക. അതുകൊണ്ട് എൻ്റെ പൊടിക്കൈ ഒന്നും ഇവിടെ ചെലവാവുകയില്ല. യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല. ലക്ഷണവിദ്യ ഈ ഇസ്രായേൽ ജനത്തിന്റെ അടുക്കൽ നേടിപ്പോരാൻ കഴിയുകയില്ല. അത് ദൈവം നയിക്കുന്ന ജനമാണ് എന്നുള്ള ഉത്തമ ബോധ്യം ഈ മനുഷ്യനുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കും അങ്ങനെ ഒരു ഉത്തമ ബോധ്യം നമുക്ക് വേണം. കാലുകൾ ഇടറിപ്പോകുമെന്നേ. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സ്നേഹിതന്റെ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ഒന്നും മിണ്ടാൻ പറ്റാത്തൊരു സ്റ്റേജിൽ ഞാൻ ആയിരുന്നു പോയി. അവിടെ പറയുകയാണ്, ഈ കിണർ ഇവിടെ കുഴിച്ചിരിക്കുന്നത് ദോഷമായിട്ടാണ് വന്ന കണിയാര് പറഞ്ഞത്. ഇവിടെ കെട്ടിരിക്കുന്ന ഓരോ സാധനവും അതിനെ പരിഹാരം ചെയ്യുവാൻ വേണ്ടി അവിടെ അവരുടെ ദൈവത്തിന് വേണ്ടി ഒരു ആലയം അവിടെ പണിത് വെച്ചു. അപ്പോൾ മറ്റൊരു കണിയാര് വന്ന് പറഞ്ഞു, ഈ ആലയം ഇവിടെ പണിതിരിക്കുന്നത് ശരിയല്ല. ദൈവത്തെ പ്രസാദിക്കാൻ വേണ്ടി അവര് പറയുന്നത് അനുസരിച്ച് പണിത് വെച്ചതുപോലും ശരിയല്ല എന്നാ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ സിനിമ നടൻ സലീംകുമാറിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ്. അദ്ദേഹം ഭവനം പണിയാനായിട്ട് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഒരാളെ വിളിച്ചു വരുത്തി. അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, തൊട്ടടുത്ത അമ്പലമാണ്, ഈ ദേവി ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ഈ ഭവനം 2 നില ആകാൻ പാടില്ല, ദേവിക്കത് ഇഷ്ടമല്ല. അപ്പൊ സലീംകുമാർ പറയുകയാണ്, അത്രയെങ്കിലും ബോധം ആ മനുഷ്യനുണ്ടായല്ലോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഞാനൊരു 2 നില വീട് വെച്ച് സ്വസ്ഥമായിട്ട് ഇവിടെ പാർത്തു കഴിഞ്ഞാൽ എൻ്റെ ഈ വീട് കണ്ട് അസൂയപ്പെടാൻ മാത്രം
അത്രയും കപ്പാസിറ്റി ഉള്ള ഒരു ദേവിയാണോ ഈ അമ്പലത്തിൽ ഇരിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ആ മനുഷ്യന്റെ ആ ഉന്നതമായ ചിന്താഗതി ഓർത്ത് ഞാൻ ആ സമയത്ത് എൻ്റെ ദൈവത്തോട് നന്ദി പറഞ്ഞു പോയി. ചിലരാണെങ്കിൽ പറഞ്ഞത്, അയ്യോ അങ്ങനെയാണോ, വിശ്വാസികളോട് പോലും പറഞ്ഞിട്ട് കട്ടള പൊളിച്ച വീടുകളെ എനിക്കറിയാം, ഈ കയറി വരുന്ന കട്ടളയാണ് നിങ്ങൾക്ക് ദോഷം എന്ന് പറഞ്ഞ് അത് പൊളിച്ച് വേറെ സ്ഥലത്ത് പണിത് അവസാനം ആ വീടും വിറ്റ് വീട്ടിലുള്ളവരും മരിച്ച് വേറെ വീട്ടിൽ പോയ സാഹചര്യം പോലും എനിക്കറിയാം. അപ്പോൾ മരണവും ദുരിതവും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ എല്ലാവരുടെ വീട്ടിലുമുണ്ട്. കാരണം ഈ ലോകം മുഴുവനും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുകയാണ്. അപ്പോ എനിക്ക് എന്തെങ്കിലും നന്മയുണ്ടാകുമ്പോൾ അസൂയുള്ള ഒരു ദൈവം ദൈവമല്ല എന്നുള്ള തിരിച്ചറിവെങ്കിലും ഉണ്ടാവുക. അതുകൊണ്ട് ഉള്ള സാഹചര്യത്തിൽ ദൈവം തരുന്ന നന്മ ഉള്ളതുപോലെ സന്തോഷമായി അനുഭവിച്ച് സന്തോഷമായ ദൈവസന്നിധിയിൽ നിൽക്കുക. യാക്കോബിന് ആ വിചാരം ഏൽക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു ദോഷവും അതിന്റെ പുറകിൽ ദൈവം അറിയാതെ ഒരു ദോഷവും ഉണ്ടാവുകയില്ല. കർത്താവ് പറയുന്നുണ്ടല്ലോ, ഞാൻ നിനക്ക് പുഴുവായിരിക്കും, ഞാൻ നിനക്ക് ശത്രുവായിരിക്കും. ദൈവം ശത്രുവും പുഴുവും ഒക്കെ ആയി കാർന്നു തിന്നാൽ മാത്രമേ നമുക്ക് ക്ഷയം വരികയുള്ളൂ. മറ്റൊരുത്തൻ വന്ന് കൈ കടത്തുവാൻ ദൈവം അനുവദിക്കില്ല. അല്ലെങ്കിൽ ദൈവം വേലി പൊളിച്ചു കളയണം. ആ പൊളിച്ചു കളയുന്നത് നമ്മുടെ നന്മയ്ക്കായിട്ട് ചില സാത്താനെ ഏൽപ്പിക്കുന്ന ചില നടപടികൾ ദൈവത്തിനുണ്ട്, അല്ലെ? ഇയ്യോബിനെ ദൈവം സാത്താനെ ഏൽപ്പിച്ചു കൊടുത്തു, അല്ലെ? ഇയ്യോബിന്റെ ഉള്ളിലുള്ള സ്വയനീതീകരണം എന്ന ആ ഒരു പ്രവണത പോലും എടുത്തു കളയുവാൻ വേണ്ടി എന്ത് ചെയ്തു? സാത്താനെ ഏൽപ്പിച്ചു. പൗലോസും പറയുന്നല്ലേ, ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്തിനായി സാത്താനെ ഏൽപ്പിക്കുന്നത്? നല്ല 4 അടി കൊള്ളുമ്പോൾ തിരിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നോളും. ഇതൊക്കെയാണ് ദൈവത്തിന്റെ കാര്യങ്ങൾ. ഇത് നമ്മൾ മനസ്സിലാക്കാതെ ഇങ്ങനെയുള്ള ഉപദേശത്തിലും അതിന്റെ പുറകിലും വിശ്വസിച്ച് പോകരുത്. നടൻ സലീംകുമാറിന്റെ വിവേചനമെങ്കിലും നമുക്ക് ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ബിലയാമിന്റെ ഉപദേശം, നിക്കലാവിനുടെ ഉപദേശം, ജെസബേലിന്റെ ആ സഭയിലുള്ള അനുവാദം, ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രധാനമായും ഉപദേശം എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ വചനത്തിന് പുറത്തുള്ള ഉപദേശങ്ങളുണ്ട്, വചനത്തിലുള്ള ഉപദേശമുണ്ട്. അപ്പോൾ തന്നെ ഇന്ന് ദൈവസഭയ്ക്കുള്ള ഉപദേശമുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? കാലാകാലങ്ങളിൽ ചില ഉപദേശങ്ങൾ പുതുതായി സഭയിൽ വരുന്നുണ്ട്. അത് ബൈബിളിൽ പുറത്തുള്ള ഉപദേശങ്ങളാണ്. വിശുദ്ധ ചിരി, വിശുദ്ധ കൊര, വിശുദ്ധ ഛർദി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ബക്കറ്റൊക്കെ പിടിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഛർദിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? കൂടോത്രമൊക്കെ ഇറക്കുന്നത് കണ്ടിട്ടില്ലേ? ഇങ്ങനെയുള്ള പ്രവണതകളെ അത് പുറത്തുനിന്ന് വരുന്ന ഉപദേശങ്ങളാ. അതിനെ നമ്മൾ നഖശിഖാന്തം തള്ളിക്കളയുകയാണ്. എന്നാൽ ബൈബിളിനകത്തുള്ള ഉപദേശങ്ങളോ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വ്യത്യസ്തമായ ഉപദേശങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ പറയുന്നത് റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. അപ്പോൾ ഉപദേശം എന്ന് പറയുന്നത് ബൈബിളിലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശം ഏറ്റെടുക്കാൻ നമുക്ക് അനുവാദമുണ്ടോ? ശബത്ത് ലംഘിക്കരുത് എന്ന ദൈവത്തിന്റെ വചനത്തിൽ ഉപദേശമുണ്ട്. ഇന്ന് നമ്മൾ ശബത്ത് അനുസരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പരിച്ഛേദനം നിത്യനിയമമായി ഇസ്രായേലിന് കൊടുത്തിരിക്കുകയാണ്. പുരുഷ പ്രജയൊക്കെയും പരിച്ഛേദനം ചെയ്യണം. പക്ഷേ ഇന്ന് നമ്മൾ പരിച്ഛേദനം ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ കാലാകാലങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ഉപദേശങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ എസ്രയുടെ പുസ്തകം 10-ാം അധ്യായം 12, 17, 19 വാക്യങ്ങളെ വായിക്കുമ്പോൾ സമയത്തിന്റെ പരിധി കൊണ്ട് പറഞ്ഞു പോവുകയാണ്. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ജനത്തെ ശുദ്ധീകരിച്ച് അവരെ ദൈവത്തിന്റെ വഴിയിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ എസ്ര കൊടുത്ത ഉപദേശം, നിങ്ങൾ അന്യ സ്ത്രീകളെ വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഉപേക്ഷിക്കണം, അതിലുണ്ടായ മക്കളെ പോലെ നിങ്ങൾ ഉപേക്ഷിക്കണം, എന്നിട്ട് തനതായ ഒരു ഇസ്രായേലായും മടങ്ങി വരണമെന്നായിരുന്നു ഉപദേശം. അത് ബൈബിളിലുള്ള ഉപദേശമാണ്. അന്യജാതിയിൽപ്പെട്ട സ്ത്രീയെ വിവാഹം കഴിച്ചു മക്കളുണ്ടായി. എസ്ര പറയുകയാണ്, ദൈവത്തിന്റെ ന്യായപ്രമാണം എങ്ങനെ പറയുന്നു? നിങ്ങൾ അവരെ ഉപേക്ഷിച്ചിട്ട് ദൈവസന്നിധിയിലേക്ക് വരണം. അതൊരു ഉപദേശമായിരുന്നു, ബൈബിളിലുള്ള ഉപദേശമാ. ഇന്ന് ഈ ഉപദേശം ആരെങ്കിലും നടപ്പിലാക്കുമോ? നടപ്പിലാക്കുമോ എന്നുള്ളതല്ല, അന്ന് നടപ്പിലാക്കണമായിരുന്നു, ഇന്നത് നടപ്പിലാക്കണ്ട. കാരണം എന്താ? ഉപദേശത്തിൽ വ്യത്യസ്തതകൾ വന്നിട്ടുണ്ട്, വ്യത്യാസം വന്നിട്ടുണ്ട്. തന്നെയല്ല, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് എന്താ പറഞ്ഞത്? സകല അധികാരവും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരെ എല്ലാവരെയും സ്നാനപ്പെടുത്തണം, ഞാൻ നിങ്ങളെ ഉപദേശിച്ച ഉപദേശം അനുസരിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ഉപദേശിക്കണം. അല്ലേ? കർത്താവ് എന്തൊക്കെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്? നിങ്ങൾ ഈ ഭൂമിയിൽ സ്വത്ത് സമ്പാദിക്കരുത്, നിക്ഷേപിക്കരുത്, രണ്ടുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കണം, വായ്പ ചോദിക്കുന്നവന് ഏവനും കൊടുക്കണം, ദരിദ്രരെ സഹായിക്കണം. നിരവധിയായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ? ആ ഉപദേശം സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മൾ അത് ചെയ്യണമെന്നാണോ ദൈവത്തിന്റെ വചനം പറയുന്നത്? ഹൃദയത്തിൽ നനയ്ക്കുന്നത് പോലെ നന്മ ചെയ്തു കൊള്ളണം.
ദൈവം തരുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണം. കാരണം ഈ ഭൂമി മുഴുവനും കർത്താവിൻ്റെതാ. നമ്മളെ എന്തെങ്കിലും സ്വത്തുക്കളോ സമ്പാദ്യങ്ങളോ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കൺട്രോളിൽ, ദൈവത്തിന് വേണ്ടിയാണ് ഇതെല്ലാം ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ഇത് എന്റെയാണെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിരിക്കുവാനല്ല പറയുന്നത്. അപ്പൊ അതിലൊക്കെ നമുക്ക് വിശ്വസ്തത നമുക്ക് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്ന കർത്താവിന്റെ ഈ ഉപദേശമായി ബൈബിളിൽ കിടക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ബൈബിളിന് പുറത്തു നിന്നും വരുന്ന ഉപദേശങ്ങളുണ്ട് ദൈവസഭയിലേക്ക്, ബൈബിളിൽ അകത്തു നിന്നും വരുന്ന ഉപദേശങ്ങളുണ്ട് ദൈവസഭയ്ക്ക്. എന്നാൽ ഇന്ന് നാം അനുസരിക്കേണ്ട ഉപദേശങ്ങളെ കുറിച്ചും ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യേശുക്രിസ്തുവിന്റെ ഗ്രേറ്റ് കമ്മീഷൻ അനുസരിച്ച് ന്യായപ്രമാണം എന്തൊക്കെ പ്രമാണിക്കണം? ന്യായപ്രമാണം, യാഗങ്ങള്, ഉത്സവങ്ങള്, ശബത്ത്, പരിച്ഛേദന, സ്നാനങ്ങൾ, ജലസ്നാനം എന്നിത്യാദി ഉപദേശങ്ങൾ സ്വീകരിക്കേണ്ടിയിരുന്നു. എന്നാൽ നമുക്കൊരു വാക്യം വായിക്കാം. ഇന്ന് നമുക്കുള്ള ഉപദേശത്തെക്കുറിച്ച് എന്താണെന്നുള്ളത് നമുക്കൊന്ന് വ്യക്തമായി മനസ്സിലാക്കാം. എഫെസ്യർ ലേഖനം 2-ാം അധ്യായം 8 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഞാനത് പറഞ്ഞു പോകാം. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്കാണ്. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങളുടെ പ്രവൃത്തി കാരണമല്ല, ദൈവത്തിന്റെ ദാനം എത്രയാകുന്നു, ദൈവത്തിന്റെ കൃപ എത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ, അഹങ്കാരിക്കാതിരിക്കാൻ നമ്മുടെ പ്രവൃത്തിയുടെയും ഫലമല്ല. അപ്പോൾ ന്യായപ്രമാണങ്ങളോ യാഗങ്ങളോ ഉത്സവങ്ങളോ ശബത്തോ പരിച്ഛേദനമോ ജലസ്നാനമോ എന്തെങ്കിലും നീതി പ്രവർത്തികളോ ചെയ്തിട്ടല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടത്. ദൈവം കൃപയാൽ പൗലോസിലൂടെ നൽകിയ ഉപദേശം വിശ്വസിച്ചത് കൊണ്ടാണ്. പുതിയൊരു നിയമപ്രകാരം അല്ലെങ്കിൽ മറച്ചു വയ്ക്കപ്പെട്ടിരുന്നതും തക്കകാലത്ത് വെളിപ്പെടുത്തിയതുമായ ഒരു സുവിശേഷം ജാതിയുടെ അപ്പോസ്തലനായ പൗലോസിനെ ദൈവം ഏൽപ്പിച്ചപ്പോൾ ആ ഉപദേശം സ്വീകരിച്ചത് കൊണ്ടാണ് നമുക്കിന്ന് രക്ഷ കൈവന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് എഫെസ്യർ ലേഖനം 4-ന്റെ 14-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു പറയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നമ്മൾ അനേകം ഉപദേശങ്ങളെ കുറിച്ച് ചിന്തിച്ചുവല്ലേ? എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? ബിലയാമിന്റെ ഉപദേശം, നിക്കോലാവരുടെ ഉപദേശം, ഇതെല്ലാം ജെസബെലിനെ അനുവദിച്ചത് മൂലമുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ന്യായപ്രമാണ സംബന്ധമായ ഉപദേശങ്ങൾ. നിരവധി ഉപദേശങ്ങൾ ഉള്ളപ്പോൾ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയോട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ ആടിയുറിയുന്ന ശിശുക്കളെ പോലെ നിങ്ങളാകരുത്. ഗ്രേറ്റ് കമ്മീഷൻ കേൾക്കുമ്പോൾ അതാണ് സത്യമെന്നും, ജലസ്നാനം കേൾക്കുമ്പോൾ അതാണ് സത്യമെന്നും, പരിച്ഛേദനം കേൾക്കുമ്പോൾ അതാണ് സത്യമെന്നും, ശബത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ അതാണ് സത്യമെന്നും, അല്ലെങ്കിൽ ഈ വീടിന് ഭയങ്കര പ്രശ്നമാണ്, ഭൂതമുണ്ട്, നമുക്ക് 40 ദിവസം ഉപവസിക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെ പറയുന്ന ഉപദേശമുണ്ട്. നാനാവിധ കാറ്റിനാൽ ആടി ഉലയുന്ന തരത്തിലുള്ള ഉപദേശങ്ങളുടെ കാറ്റുകൾ ഉണ്ടെന്ന് പൗലോസ് പറയുക. അപ്പോൾ നമ്മൾ ഏത് ഉപദേശത്തിൽ നിലനിൽക്കണം? പരിചരണം ചെയ്താൽ രക്ഷപ്പെടുമോ? യാഗങ്ങൾ അർപ്പിച്ചാൽ രക്ഷപ്പെടുമോ? കാശ് കൊടുത്താൽ ദൈവം നമ്മളെ രക്ഷിക്കുമോ? വീടും പറമ്പ് ദാനം ചെയ്താൽ ദൈവം രക്ഷിക്കുമോ? എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൂട്ടിയാൽ രക്ഷപ്പെടുമോ? ന്യായപ്രമാണം മുഴുവനും അനുസരിച്ചാൽ രക്ഷപ്പെടുമോ? ഇങ്ങനെ നാനാവിധ കാറ്റിനാൽ ആടി ഉലയുന്ന ഉപദേശങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അന്ധവിശ്വാസങ്ങളും ദുരുപദേശങ്ങളും നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ദൈവം സഭയിൽ ശുശ്രൂഷകന്മാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെ പണിതുയർത്തുവാൻ വേണ്ടി 5 കൂട്ടം ശുശ്രൂഷകരെ ദൈവം നിയമിച്ചാക്കിയിട്ടുണ്ട്. ചിലരെ ഉപദേശകന്മാരായി, ചിലരെ ഇടയന്മാരായി, ചിലരെ സുവിശേഷകരായി, അപ്പോസ്തലന്മാരായി, അല്ലെ പ്രവാചകന്മാരായി. ആ അടിസ്ഥാനത്തിൽ മേൽ ദൈവസഭയെ ദൈവം പണിതിരിക്കുകയാ. അതെന്തിനു വേണ്ടിയിട്ടാ? POC ബൈബിളിൽ പറഞ്ഞിരിക്കുകയാണ്, അത് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെ പണിതുയർത്തുവാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ അംഗങ്ങളാണെങ്കിൽ നാനാവിധ കാറ്റിനാൽ ആടിയുലയുന്ന ശിശുക്കളെ പോലെ, പലവിധ ഉപദേശങ്ങളിൽ കാറ്റിനാൽ ആടിയുലയുന്ന ശിശുക്കളെ പോലെ ആകരുത് എന്ന് വ്യക്തമായി പറയുകയാണ്. 1 തിമോത്തിയോസ് 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഉപദേശ സംബന്ധമായി അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിന്റെയും സദുപദേശത്തിന്റെയും വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തു യേശുവിനെ നല്ല ശുശ്രൂഷകൻ ആകും. പ്രൈസ് ദി ലോർഡ്. നല്ല ഉപദേശത്താൽ
പരിപോഷിപ്പിക്കപ്പെട്ട ശുശ്രൂഷകനാകണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ജനത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് നിരവധിയായ ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളുടെയും ഭൂതങ്ങളുടെയും ഉപദേശപ്രകാരം വിശ്വാസത്തിൽ നിന്ന് ത്യജിച്ചു പോകും, നുണ കേട്ട് വിശ്വസിക്കുവാനിടയായിത്തീരും. അങ്ങനെ പറഞ്ഞുകൊണ്ട് പറയുകയാണ്, നീ നല്ലൊരു ശുശ്രൂഷകനായി നിന്നുകൊണ്ട് നിനക്ക് ലഭിച്ച ഉപദേശ പ്രകാരം പോഷണം ലഭിച്ച ശുശ്രൂഷകനായി നിൽക്കണം. പോഷകക്കുറവുള്ള ശുശ്രൂഷകനായിട്ടല്ല ശുശ്രൂഷകന്മാർ നിൽക്കേണ്ടത്. നല്ല പോഷണം ദൈവം തരുമ്പോൾ അത് ശേഖരിച്ച് വെച്ചവൻ അതേ പോഷണം ദൈവസഭയ്ക്കും കൊടുക്കണം. അതിനാൽ പരിപോഷിപ്പിക്കപ്പെട്ട ശുശ്രൂഷകനായിരിക്കണം എന്നിവിടെ പറയുക. എന്നിട്ട് പറയുകയാണ്, ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. അപ്പോൾ കിഴവിക്കഥകൾ അനേകരാണ്. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞങ്ങളിവിടെ കിണർ കുഴിച്ചിരിക്കുന്നത് ഇതിൽ എന്തോ വരുത്തുപോക്കുണ്ടായിരുന്നു, അത് ഇപ്പോൾ കുളത്തിൽ വീഴാൻ പോവുകയാണ്, അതുകൊണ്ട് ഈ കിണർ മൂടിക്കളയണമെന്നാണ് പറയുന്നത്. എന്താ ഞാൻ ഇവരോടൊക്കെ പറയാ? ഇതിങ്ങനെ കിഴവിക്കഥയായി പറഞ്ഞു വെച്ചിരിക്കുക. തെണ്ടൻ ഇങ്ങനെ പോകുന്നുണ്ട്, അതിലൊരു സഞ്ചാരമുണ്ട്, അതിലൊരു വരുത്തുപോക്കുണ്ട്. ഇങ്ങനെയൊക്കെ കിഴവിക്കഥകളെ കേട്ട് പേടിച്ച് വിശ്വാസികളും ഇതേപോലെയുള്ള ബിലയാന്മാരെ നിക്കലോവരെ വിരിച്ച് വരുത്തുകയാ, അല്ലെങ്കിൽ ഇസബേലിനെ കൂട്ടുപിടിക്കുകയാ. എന്തിനു വേണ്ടിയിട്ടാ? ദൈവികമായ ഉദ്ദേശം ഒന്ന് നിവർത്തുവാൻ വേണ്ടിയിട്ടല്ല. എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ നടക്കണം, എൻ്റെ മക്കളുടേതായ കാര്യങ്ങൾ നടക്കണം. ദൈവദാസന്മാർ ചിന്തിക്കും, എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോക്കറ്റിൽ വീഴണം. ഇത്രയേ ഉള്ളൂ ഈ വക ഉപദേശത്തിൻ്റെ പുറകിൽ. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് എന്താ പറഞ്ഞത്? പ്രൈസലോട് രാവിലെ ഇങ്ങോട്ട് വരാനായിട്ട് വചനം വായിച്ചപ്പോൾ അപ്പച്ചനാണ് വായിച്ചത് 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 3-4 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഞാനത് എൻ്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിട്ടു. സാധാരണ ഞാൻ എൻ്റെ കയ്യിൽ എഴുതാറില്ല. യാദൃശ്യാൽ വായിച്ചപ്പോൾ ആ വചനം മറന്നു പോകാതിരിക്കാൻ പ്രാർത്ഥിച്ചിറങ്ങുന്ന നേരത്ത് വായിച്ച വചനം എൻ്റെ കയ്യിൽ എഴുതിയിട്ടു. വായിക്കാം. 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ വന്നതല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങളുടെ ഈ പ്രബോധനം അശുദ്ധിയിൽ നിന്നോ അബദ്ധത്തിൽ നിന്നോ, മറ്റൊരു പദം, വ്യാജത്തോടെയോ വന്നതല്ല. എന്തൊരു അധികാരത്തോടെയാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്? ഞങ്ങൾ പറയുന്ന ഈ ഉപദേശം അശുദ്ധിയിൽ നിന്നോ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നിന്നോ വന്നതല്ല, ഇത് ദൈവം തമ്പുരാൻ തന്ന വചനമാണ് എന്ന് പറയുക. താഴേക്ക് വായിക്കാം. ആ വചനം ഒന്നും കൂടി വായിച്ച് താഴേക്ക് പോകാം. ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ വന്നതല്ല. ഞങ്ങളെ സുവിശേഷം പരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയാണ് അപ്പോസ്തലനായ പൗലോസ് ഈ ഉപദേശം പറയുന്നത്. അല്ലാതെ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാനോ വിളിച്ചുകൂടി ജനത്തിനെ പ്രസാദിപ്പിക്കുവാനോ ശുശ്രൂഷകർക്കൊരു സന്തോഷം ഉണ്ടാകാനോ വേണ്ടിയിട്ടല്ല. വിശ്വസ്തരായ എണ്ണി പൗലോസിനെ ഈ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുക. പൗലോസ് പറയുകയാണ്, അശുദ്ധിയിൽ നിന്നോ അബദ്ധത്തിൽ നിന്നോ ഒന്നുമല്ല ഈ ഉപദേശം ഉണ്ടായത്. അല്ലേ? നമുക്ക് അറിയില്ലെങ്കിൽ അബദ്ധത്തിൽ നിന്നും ചില ഉപദേശങ്ങളൊക്കെ തട്ടിവിടും. പക്ഷെ അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, ഇത് അബദ്ധത്തിൽ നിന്ന് വന്നൊരു ഉപദേശമല്ല, അശുദ്ധിയിൽ നിന്ന് വന്നൊരു ഉപദേശവുമല്ല. ദൈവം ഞങ്ങളെ ബലമേൽപ്പിച്ചിരിക്കുകയാണ്. മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അല്ല ഞങ്ങളിത് പറയുന്നത്, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഉപദേശമാണ് എന്ന് പറയുക. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട്. തിമോത്തിയോസിന്റെ ലേഖനം മുഴുവനും ഉപദേശ സംബന്ധമായി ഇടയന്മാർക്ക് വേണ്ടി എഴുതിയിരിക്കുകയാണ്. തിമോത്തിയോസിനോട് പറയുകയാണ്, നീ സഭയിൽ എങ്ങനെ ശുശ്രൂഷിക്കണം, സഭയിലെ വിശ്വാസികൾ എങ്ങനെയായിരിക്കണം, എന്താണ് ഉപദേശം, എന്താണ് ഉപദേശം? ചുരുക്കത്തിൽ പറഞ്ഞാൽ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം, കർത്താവായ യേശു ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, അതിൽ വിശ്വസിക്കുകയാണെങ്കിൽ എഫെസ്യർ ലേഖനം 1:13-14 പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിടുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ മരിച്ചവർ പുനരുദ്ധാനം പ്രാപിക്കുകയും ജീവനോടെ ഇരിക്കുന്ന നമ്മൾ രൂപാന്തരപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് അവരോടൊപ്പം വാനമേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും സ്വർഗത്തിൽ കർത്താവിനോട് കൂടി ആയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ ആശ്വസിച്ചുകൊള്ളുവിൻ. അപ്പോൾ രക്ഷയോടുള്ള ബന്ധത്തിൽ, ക്രിസ്തീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ,
കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ, നിത്യതയോടുള്ള ബന്ധത്തിൽ കൃത്യമായ ഉപദേശം. ഇത് അബദ്ധത്തിൽ നിന്ന് വന്ന ഉപദേശമല്ല, അശുദ്ധിയിൽ നിന്ന് വന്ന ഉപദേശമല്ല, അയ്യോ തെറ്റിപ്പോയി എന്ന് പറയുന്ന തരത്തിലുള്ള ഉപദേശമല്ല. വ്യക്തമായ ദൈവവചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഈ ഉപദേശത്തിൽ നിന്നുകൊണ്ടാൽ അങ്ങനെ നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കും. 2 വാക്യങ്ങൾ കൂടി നമുക്ക് പെട്ടെന്ന് വായിക്കാം. 2 തെസ്സലോനിക്ക ലേഖനം 2:15 വാക്യം. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ നിങ്ങളെ അറിയിച്ച ആ വചനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ എന്ന് പൗലോസ് പറയുക. ഒരു വാക്യം കൂടി വായിക്കാം. കൊലോസ്യ ലേഖനം 1:23 വാക്യം. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു. നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുകയാണ്, നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലകൊണ്ടാൽ അങ്ങനെ അവന്റെ മുൻപിൽ നിൽക്കും. ദൈവം പറഞ്ഞ ഉപദേശത്തിൽ നിലനിന്നാൽ നമ്മൾ ദൈവസന്നിധിയിൽ പറഞ്ഞ വ്യവസ്ഥ പ്രകാരം നിൽക്കും. ഉപദേശങ്ങളുടെ കാറ്റിനാൽ ആടിയിരുന്ന ശിശുക്കളെ പോലെ ആയിക്കഴിഞ്ഞാൽ അവിടെ ചെന്ന് നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ബിലയാമിന്റെ ഉപദേശമോ നിക്കലാവരുടെ ഉപദേശമോ അല്ലെങ്കിൽ ജെസബേലിന്റെ ഉപദേശമോ അവരുടെ മാർഗമോ അനുവർത്തിച്ച് പോന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും നാശപ്പെട്ടു എന്നുള്ളത് ഒരു ബുദ്ധി ഉപദേശമായി നമുക്ക് എടുത്തു കഴിഞ്ഞാൽ, നാശമില്ലാത്ത കൃത്യമായിട്ടുള്ള വഴിയിലൂടെ രക്ഷിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം നയിച്ച് കർത്താവിന്റെ കാഹളം ധരിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് നമ്മൾ ചെയ്തതിന് നന്മ പ്രവൃത്തികൾക്കും തിന്മ പ്രവൃത്തികൾക്കും തക്കതായ പ്രതിഫലം കണക്ക് കൂട്ടി വാങ്ങി ക്രിസ്തുവിന്റെ സന്നിധിയിൽ നിത്യമായി കർത്താവിനോടുകൂടി വാഴുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി, ആ നിത്യജീവൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച ഈ ഉപദേശത്തിന് ഉറപ്പോടുകൂടെ അടിസ്ഥാനപ്പെട്ടവരായി നിൽക്കണമെന്ന് അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ബിലയാമിന്റെ ഉപദേശത്തിലും അല്ലെങ്കിൽ ഈ നിക്കലാവിനുടെ ഉപദേശത്തിലൊക്കെ ചില ഭൗതിക നന്മകളുണ്ട്. ഈ ലോകത്ത് വളരെ ആഡംബരമായി ജീവിക്കുവാനുള്ള സാധ്യതകളൊക്കെ അതിനകത്തുണ്ട്. തന്ത്രപൂർവ്വം മറ്റുള്ളവരെ കരുവാക്കിയിട്ട് പോലും അനധികൃത സ്വത്ത് സമ്പാദിക്കാനുള്ള വഴിയും മാർഗവും ഒക്കെ ആ ഉപദേശത്തിലുണ്ട്. എന്നാൽ ഈ ഉപദേശത്തിലോ കല്ലും മുള്ളും നിറഞ്ഞ വഴികളാണ്, കഷ്ടതയുള്ള വഴികളാണ്. ഉണ്ണാനും എടുക്കുവാനും തന്ന ദൈവം ഒരു ബാലൻസ് ക്രിസ്തീയ ജീവിതത്തിൽ നടത്തി അങ്ങ് അക്കരെ എത്തിക്കുന്ന ക്രിസ്തീയ ജീവിതമാണ് ഇതിനകത്തുള്ളത്. ദൈവം നമുക്കൊന്നിനും കുറവില്ലാതെ വണ്ണം നടത്തുവാൻ വിശ്വസ്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 8 വർഷത്തോളമായി ഞാൻ എൻ്റെ ഔദ്യോഗിക ജോലികൾ ഉപേക്ഷിച്ചിട്ട് ഇന്നുവരെ ഒരു കുറവുമില്ലാതെ ദൈവം നടത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഭാര്യയും ഭർത്താവും 80,000 ശമ്പളം മേടിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എനിക്കറിയാം. കടത്തിൽ കിടക്കുന്നവരെ എനിക്കറിയാം. 1.5 ലക്ഷം രൂപ ശമ്പളം ഉണ്ടായിട്ടും 1 കോടി രൂപയിലും മേലെ കടമുള്ള കുടുംബങ്ങളെ എനിക്കറിയാം. മാസശമ്പളം 1 രൂപ പോലും ഇല്ലാത്ത എന്നെ ദൈവം പരിപാലിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവപരിപാലനയിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ആ ദൈവം നടത്തുവാൻ വിശ്വസ്തനായ ദൈവമാണ്. ദൈവം നമ്മുടെ ആ ഉള്ളത് കൊണ്ടും അതിനെ പരിപോഷിപ്പിച്ച്, അല്ലേ, 5 അപ്പമേ നമ്മൾ കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തുള്ളൂ. അതിനെ പ്രാർത്ഥിച്ച് വിതരണം ചെയ്തപ്പോൾ 5 അപ്പം 5000 പേർക്ക് കൊടുക്കുവാനിടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, 1000 രൂപ കൊണ്ട് എനിക്ക് സന്തോഷമായി ജീവിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ എന്തിനൊക്കെ 10,000 രൂപയെക്കുറിച്ച് ചിന്തിക്കണം? ദൈവം അതിലൂടെ നടത്താൻ വിശ്വസ്തനായ ദൈവമാണ്. പ്രിയമുള്ളവരെ, അല്ലേ? ലോകപരമായി നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കളും കൂട്ടുകാരും ഒക്കെ നല്ല നല്ല നിലയിൽ ഇന്നത്തെ നോക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ജീവിക്കുക. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ വളരെ ചെറുപ്പകാലത്തിലെ ദൈവം എന്നെ ഗൾഫിലേക്ക് അയച്ചു. എനിക്കൊരു വീട്, നല്ലൊരു വീടുണ്ടായിരുന്നില്ല, സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം ദൈവം എൻ്റെ കുടുംബത്തിൽ ഒരു നന്മയായി എനിക്ക് തന്നു. എൻ്റെ സുവിശേഷ വേലയുടെ മുന്നോട്ടുള്ള ഗമനത്തിന് വേണ്ടി തടസ്സമായി നിന്നിരുന്ന സാഹചര്യങ്ങളെ ദൈവം ക്രമീകരിച്ച് തന്നിട്ടാണ് എന്നെ ദൈവം വിളിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് ആക്കിയിരിക്കുന്നത്. അപ്പം ദൈവം എന്നെ നടത്തിയ വിധങ്ങളെ എനിക്കറിയാം. പലപ്പോഴും താങ്കൾ പറയുന്നത് പോലെ ശത്രു ചില ചിന്തകളെ നമ്മുടെ ഹൃദയത്തിൽ വിതയ്ക്കും. കർത്താവിന് വേണ്ടി നിന്നിട്ട് എൻ്റെ സുഹൃത്തുക്കളെ നോക്കുമ്പോൾ, എൻ്റെ ചുറ്റുപാടുകളെ നോക്കുമ്പോൾ 2 ലക്ഷം 5 ലക്ഷം 10 ലക്ഷം ശമ്പളം മേടിക്കുന്നവർ, ഞാൻ ഇവിടെ നിങ്ങളിടുന്ന സ്തോത്ര കാഴ്ച 1000 രൂപ 1000 ചില്ലായിരം രൂപയുണ്ടാകും. ഞാൻ പറയാറുണ്ട്, പല ആഴ്ചകളിൽ ഞാൻ ആ സ്തോത്ര കാഴ്ച വെച്ചിട്ട് ഞാൻ ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ കർത്താവിന് അറിയാൻ പാടില്ല എൻ്റെ ആവശ്യങ്ങൾ. ഞാനതിൽ വളരെ സന്തോഷവാനാണ്.
എന്നെ ദൈവം നടത്തുന്നുണ്ടെന്നേ, എനിക്ക് യാതൊരു ആകുലതയും ആ വിഷയത്തിലില്ല. എൻ്റെ കുഞ്ഞു വളർന്നു വരുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ എൻ്റെ അപ്പനും അമ്മയും വാർദ്ധക്യത്തിലേക്ക് കടന്നു വരികയാണല്ലോ. ഇത് ദൈവത്തിന് എന്നേക്കാൾ നന്നായി അറിയാം. ദൈവം നമ്മെ കരുതുവാൻ വിശ്വസ്തനായ ദൈവമാ. 66 വയസ്സുള്ള എൻ്റെ അപ്പച്ചൻ ഇന്നും പെയിന്റിങ്ങിന് പോകുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പെയിന്റിങ്ങിന് പോകാൻ ആരോഗ്യവും ആയുസ്സും ദൈവം കൊടുത്തില്ലേ? മറ്റുള്ള വലിയ അസുഖങ്ങളൊന്നും വരാതെ ദൈവം ഞങ്ങളെ പരിപാലിക്കുന്നില്ലേ? ദൈവ പരിപാലനയിൽ ദൈവം തന്ന നന്മയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ അറിയിക്കുക അത്രേ വേണ്ടത്. നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞിട്ട് ഇനി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ദൈവമേ ഇന്ന കാര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് അപേക്ഷിക്കുക അത്രേ വേണ്ടത്. നമ്മുടെ ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനത്താൽ ദൈവം നമ്മെ നടത്തും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശയായ കർത്താവിന്റെ വരവിന് വേണ്ടി ഈ ഉപദേശത്തിൽ അടിസ്ഥാനപ്പെട്ടവരായി നിന്നുകൊള്ളുവാൻ കർത്താവിന്റെ ദാസൻ എന്ന നിലയിൽ ദൈവസഭയോട്, എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട എല്ലാവരോടും ബുദ്ധി ഉപദേശിച്ചുകൊണ്ട്, കാറ്റിനാൽ ആടിയുലയുന്ന ഉപദേശങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് സത്യത്തിന്റെ വചനത്തിൽ വേരുറച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനിടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്.